ഇന്ന് നാം പലതരത്തിലുള്ള ഹൃദയ സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ദിനം പ്രതി കേട്ടുവരികയാണല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൽ 250 മുതൽ 300 ഗ്രാം വരെ മാത്രം ഭാരം വരുന്ന ഒരു ചെറിയ അവയവം ഉണ്ടല്ലേ, നമ്മുടെയൊക്കെ ഹൃദയം. നമുക്കൊക്കെ പ്രണയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹൃദയമൊക്കെ അന്നേരം അങ്ങ് പറിച്ചു കൊടുക്കാൻ പോലും തയ്യാറാണല്ലേ. അപ്പം നമ്മുടെയൊക്കെ ശരീരത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള, അതുപോലെ തന്നെ ഒരുപാട് ജോലികളുള്ള ഒരവയവമാണ് നമ്മുടെയൊക്കെ ഹൃദയം. ചില ഗുരുതരമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ് ഇംപെല്ല ഹാർട്ട് പമ്പ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് ഇംപെല്ല ഹാർട്ട് പമ്പ്, ഇത് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത്, ഇത് എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തെ സഹായിക്കുന്നത് എന്നതിനെയൊക്കെ പറ്റിയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമല്ലേ. നമസ്കാരം, ഞാൻ ജീവ ജയകുമാർ. മെന്റോറിയ മെഡിസിനയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണ് ഇംപെല്ല ഹാർട്ട് പമ്പ്? ഉയർന്ന അപകട സാധ്യതയുള്ള സംരക്ഷിത പെർക്യൂട്ടേനിയസ് കൊറോണറി ഇടപെടലുകളിൽ അഥവാ PCI നടപടിക്രമങ്ങളിൽ നമ്മുടെ ഹൃദയത്തിലെ രക്തയോട്ടം നിലനിർത്താൻ സഹായിക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ഹാർട്ട് പമ്പാണ് ഇംപെല്ല ഹാർട്ട് പമ്പ്. അപ്പോൾ എന്താണ് ഈ PCI നടപടിക്രമങ്ങൾ? നമുക്ക് നോക്കാം. കൊറോണറി ആർട്ടറി ഡിസീസുകൾ മൂലം നമ്മുടെ ഹൃദയത്തിലെ കൊറോണറി ധമനികൾ അടയുകയും അങ്ങനെ അടഞ്ഞ കൊറോണറി ധമനികളെ ബലൂണുകൾ അഥവാ സ്റ്റെന്റുകൾ ഉപയോഗിച്ച് തുറക്കാൻ സഹായിക്കുന്ന വിവിധ നടപടിക്രമങ്ങളെ പറയുന്ന പേരാണ് PCI നടപടിക്രമങ്ങൾ. ഓപ്പൺ ഹാർട്ട് സർജറി അഥവാ തുറന്ന ഹൃദയ ശസ്ത്രക്രിയ നടത്താതെ തന്നെ PCI നടപടിക്രമങ്ങൾ നമ്മുടെ ഹൃദയപേശികളിലേക്കുള്ള രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ സഹായിക്കാറുണ്ട്. ചില രോഗികളിൽ PCI നടപടിക്രമങ്ങൾ ഹാർട്ട് പമ്പിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് നടത്താൻ സാധിക്കും. എന്നിരുന്നാലും ചില ഗുരുതരമായ തടസ്സങ്ങളോ ദുർബലമായ ഹൃദയപേശികളോ ഉള്ള രോഗികളിൽ PCI നടപടിക്രമത്തിനിടയിൽ ഇംപെല്ല പോലെയുള്ള ഹാർട്ട് പമ്പിൻ്റെ സഹായമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഹൃദയാഘാതവും ഷോക്കും അനുഭവിക്കുന്ന രോഗികളിലും ഇംപെല്ല ഉപയോഗിച്ച് വരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇംപെല്ല നമ്മുടെ ഹൃദയത്തിന് വിശ്രമം നൽകുകയും അധിക പിന്തുണ നൽകുകയുമാണ് ചെയ്യാറുള്ളത്. എങ്ങനെയാണ് ഇംപെല്ല നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡോക്ടർ നമ്മുടെ തുടയുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ മുറിവുണ്ടാക്കുകയും അവിടെ കാണപ്പെടുന്ന ഫിമറൽ ആർട്ടറിയിലേക്ക് കാത്തീറ്റർ എന്ന ചെല്ലപ്പേരുള്ള ഒരു ചെറിയ ട്യൂബിനെ ഘടിപ്പിക്കുകയും ചെയ്യുന്നു. കാത്തീറ്റർ വഴി ഇംപെല്ല ഉപകരണം നമ്മുടെ പ്രധാന പമ്പിംഗ് ചേംബറായിട്ടുള്ള ഇടത് വെൻട്രിക്കിളിലേക്ക് നയിക്കപ്പെടുന്നു. ഇടത് വെൻട്രിക്കിളിൽ ചെന്നിട്ട് ഇംപെല്ല ഉപകരണം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് രക്തം വലിച്ചെടുത്ത് അയോട്ടയിലേക്ക് തള്ളുന്നു. അയോട്ട അങ്ങനെ ഓക്സിജൻ സമ്പുഷ്ടമായ രക്തത്തെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ PCI നടത്തുമ്പോൾ ഇത് രോഗിയുടെ ഹൃദയത്തിന് വിശ്രമം നൽകുന്നു. PCI നടപടിക്രമം പൂർത്തിയായി കഴിഞ്ഞാൽ ഇംപെല്ല ഓഫ് ചെയ്യുകയും ഗൈഡ് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നു. PCI നടപടിക്രമത്തിന് ശേഷം രോഗിയുടെ ഹൃദയത്തിന് അധിക പിന്തുണ ആവശ്യമാണെങ്കിൽ ഇംപെല്ല ലെഫ്റ്റ് വെൻട്രിക്കിളിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഒത്തിരി അത്യാധുനിക സംവിധാനങ്ങളാൽ സമ്പുഷ്ടമാണല്ലേ. അപ്പോൾ വരുംകാല ഹൃദയ ശസ്ത്രക്രിയകൾക്ക് ഇംപെല്ല ഒരു മുതൽക്കൂട്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പുതിയൊരു ഉപകരണത്തെ പരിചയപ്പെട്ടു അല്ലേ, ഇംപെല്ല ഹാർട്ട് പമ്പ്. അപ്പം എന്താണ് ഇംപെല്ല ഹാർട്ട് പമ്പ്, ഇതെങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിനെ സഹായിക്കുന്നത്, ഇതെങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നത് എന്നതിനെയൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയ മെഡിക്കൽ അപ്ഡേഷനുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.